നമ്മുടെ രാജ്യത്ത് ഈ പൗരത്വത്തിന് ഉള്ള അവകാശം ഒരിക്കലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുന്നതല്ല എന്ന് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ തന്നെ വന്ന തത്വമാണ്. ഇന്ത്യൻ പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്നതല്ല എന്ന് തോന്നുന്നു. അതിനെ മാറ്റിമറിക്കുന്ന ഒരു അമെൻമെൻ്റാണ് ഈ CAA വഴി സിറ്റിസൺഷിപ്പ് ആക്ടിൽ കൊണ്ടുവന്ന അമെൻമെൻറ്റ് ഭേദഗതി. അപ്പോൾ ആ ഭേദഗതി വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്യപ്പെട്ടു, ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ടായി, ഒരുപാട് അതിനെ ചോദ്യം ചെയ്യപ്പെട്ടു. സുപ്രീം കോടതിയിൽ ഏതാണ്ട് 200-ലേറെ ഹർജികളാണ് അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹർജിയൊക്കെ ഇങ്ങനെ ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല. അത് വാദം കേൾക്കാൻ ഇരിക്കുകയാണ്. വാദമൊന്നും നടന്നിട്ടില്ല, അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പെട്ടെന്ന് റൂൾസ് വന്നു. കാരണം അത് സുപ്രീം കോടതി അങ്ങനെ എടുക്കാൻ കാരണം റൂൾസ് ഒന്നും ഫ്രെയിം ചെയ്തിട്ടില്ല, ഇത് നടക്കാനൊന്നും പോകുന്നില്ല, സമയമുണ്ടല്ലോ. അപ്പോൾ 4 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ സുപ്രീം കോടതി മൗനത്തിലാണ് എന്നുള്ള രീതി മനസ്സിലാക്കിയിട്ട് കണ്ടിട്ട് ആ രീതി അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ധരിച്ചുകൊണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി, ധരിച്ചുകൊണ്ട് പെട്ടെന്ന് റൂൾസ് ഫ്രെയിം ചെയ്യുകയാണ്. പിന്നെ ഈ 4 വർഷം കഴിഞ്ഞുകൊണ്ട് ഇലക്ഷൻ ആകുമ്പോൾ റൂൾസ് അങ്ങോട്ട് ഫ്രെയിം ചെയ്തു. അപ്പോൾ റൂൾസ് ഫ്രെയിം ചെയ്തിട്ട്, കാരണം ഇവർ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പാക്കി കാണിക്കണമല്ലോ, റൂൾസ് ഫ്രെയിം ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മറ്റേ കേസിലുള്ള മുതിർന്ന അഭിഭാഷകരെല്ലാം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. പറഞ്ഞു താണ്ടി ഇത് നടപ്പാക്കാൻ പോവുകയാണ്, കാരണം റൂൾസ് ഫ്രെയിം ചെയ്തു. ഉടനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറുപടി എന്ന് പറയുന്നത് നടപ്പാക്കാനും ഇപ്പോൾ ഉടനെയൊന്നും നടപ്പാക്കാൻ ഒക്കത്തില്ല, കാരണം ഇതിന് നടപ്പാക്കേണ്ട നടപടികളൊന്നും ആയിട്ടില്ല, അതിന് ഒരുപാട് നടപടിക്രമങ്ങൾ വേണം, അതിന് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉടനെ ഒന്നും നടപ്പാക്കുന്നില്ല അല്ല. അപ്പോൾ സുപ്രീം കോടതി അതുകൊണ്ട് മാത്രമാണ് അത് സ്റ്റേ ചെയ്യാൻ വിസമ്മതിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു നിയമം സ്റ്റേ ചെയ്യാൻ കോടതികൾ തയ്യാറാവാറില്ല, പക്ഷേ ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രം അത് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ടാണ് സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യാൻ തയ്യാറാകാഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അന്നേരം അവിടുന്ന് തന്നെ അഭിഭാഷകർ പറഞ്ഞു, ഇത് പെട്ടെന്ന് കൊടുത്തു കഴിയും, ഇത് കൊടുത്തു കഴിഞ്ഞാൽ പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളിവിടെ ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾക്ക് യു ക്യാൻ അപ്രോച്ച് അസ്, നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം എന്ന് കോടതി പറഞ്ഞാണ്. സുപ്രീം കോടതിയുടെ അധികാരം എന്ന് പറയുന്നത് പരമമായ അധികാരമാണുള്ളത്. ആർട്ടിക്കിൾ 142 അനുസരിച്ച്, ആ അനുച്ഛേദം അനുസരിച്ച് സുപ്രീം കോടതി കംപ്ലീറ്റ് ജസ്റ്റിസ്, സമ്പൂർണ്ണ നീതി നടപ്പാക്കാൻ വേണ്ടിയുള്ള എന്തുത്തരവുകളും പാസ്സാക്കാം, ഏത് നിയമവും അസാധുവാക്കാം, എന്ത് അധികാരങ്ങളും പിൻവലിക്കാം, എല്ലാം ചെയ്യാനുള്ള അവകാശങ്ങൾ സുപ്രീം കോടതിക്കുണ്ട്. അതുകൊണ്ട് ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം സുപ്രീം കോടതിയിൽ പറഞ്ഞ അതിന് വിരുദ്ധമായിട്ടാണ്. കാരണം ഇതിപ്പോൾ നടപ്പാക്കാനൊന്നും പറ്റില്ല, കാരണം നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ ആയി. എന്നിട്ട് അതിന് പ്രഖ്യാപനം വന്നു. ഏതാ പ്രഖ്യാപനം? ഞങ്ങൾ പറഞ്ഞതൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. ശരിയാണ്, നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കോടതിയുടെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ ഒരു ഉത്തരവുണ്ടാകാതെ നോക്കിയതിന് ശേഷം യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ഉത്തരവ് വരാതാക്കിയത്. എന്നിട്ടാണ് അതിൻ്റെ ഈ പിന്നാലെ ബാക്ക് ഡോറിലൂടെ ഇങ്ങനൊരു പരിപാടി നടത്തി വച്ചേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ ഇവർ വളരെ വെകിളി പിടിച്ച് നടക്കുകയാണ് BJP ഈ കാര്യത്തിൽ. കാരണം പല പല പ്രഖ്യാപനങ്ങളൊക്കെ വന്നു, 300 സീറ്റ് സ്വന്തമാക്കും, 300 മേളിൽ സീറ്റ് BJPക്ക് മാത്രം കിട്ടും, NDAക്ക് 400 മേളിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ അങ്ങോട്ട് സ്റ്റേജ് ഓരോന്ന് കഴിയും തോറും വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വന്നതുകൊണ്ടായിരിക്കാം ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത്. എന്തും ചെയ്യും, ആ രീതിയായിപ്പോയി. നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ബഹുമാനപ്പെട്ട സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ പ്രസംഗത്തിൽ, വിഖ്യാതമായ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ, അത് വായിക്കേണ്ടതാണ്. അത് ഈ BJP നേതാക്കളൊക്കെ ഒന്ന് വായിക്കണം, മനസ്സിലാക്കണം. അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ഒരു ഭാരത പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്തുകൊണ്ട് അഭിമാനം കൊള്ളുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ അവിടെ പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചപ്പോൾ അതിൽ പറഞ്ഞത്, ഇന്ത്യ എൻ്റെ രാജ്യം ഏത് അഭയാർത്ഥികളെയും ജാതിയോ മതമോ നോക്കാതെ സ്വീകരിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ്, ആ രാജ്യത്താണ് ഇതേപോലുള്ള ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നത്, ഇതേപോലെ അതിന് റൂൾസ് കൊണ്ടുവന്നത്, ഇതേപോലെ പെട്ടെന്ന് ബാക്ക് ഡോറിലൂടെ നടപ്പാക്കുന്നത്.